ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് പാവയ്ക്കയും മാങ്ങയും കൊണ്ടൊരു കറി വെച്ച് കാണിച്ചു തരാം. ഇത് കല്ലുമ്മക്കായി കൊടുത്തു വിടാനുള്ളതാണ് കേട്ടോ. ഗൾഫിലേക്ക് പൊരിച്ചിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക. വെല്ലുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ പാവയ്ക്കയും ഒരു കഷ്ണം മാങ്ങയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് നല്ലോണം മൂപ്പിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ അടുപ്പിൽ ചോറ് വെച്ചതാണ് കേട്ടോ. ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിക്കാൻ വെക്കുക. എന്നിട്ട് തേങ്ങ അരച്ച് ഒഴിക്കാം. വെന്ത് നല്ലോണം കുറുകി വന്നാൽ തേങ്ങ മാത്രം കേട്ടോ അരച്ച്, അതിലൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ അരച്ചത് ഒഴിക്കാം നമുക്ക്. അപ്പോൾ പതിച്ച് വരുമ്പോൾ കറിവേപ്പില ഇടുക. അത് ഉലുവയും ജീരകവും കടുകും കൂടി പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്തത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ പൊടിച്ച് വെച്ചാൽ. കയ്പ്പക്കറി റെഡി. ഇനി നമുക്ക് മീൻ കറി വെക്കാം. ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം വെല്ലുള്ളി നല്ലപോലെ വാട്ടുക. വെല്ലുള്ളി ചെറിയ ഉള്ളി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അതുപോലെ ചെയ്യാം. ഇത് 3 തക്കാളിയും ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. പേസ്റ്റാക്കിയതും ചേർത്ത് മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് വയ്ക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് പിഴിഞ്ഞ് വെച്ചത്. എല്ലാം ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് മീനും കഴുകിയിട്ടു. ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. മറന്നുപോയതാ പറയാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടിയും പുളിക്ക് കുറവുണ്ടായതിനെക്കൊണ്ട് ലേശം കൂടി ഒഴിച്ചതാണ് കേട്ടോ. എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കുക. മീൻ കറിയും റെഡി. ഇനി നമുക്ക് കല്ലുമ്മക്കായി പൊരിച്ചെടുക്കാം. വെളുത്തുള്ളി ചതച്ചിട്ട് ഓയിലിലേക്ക് വെളുത്തുള്ളിയും ചതച്ചിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽ മുളകും ഇട്ട് നല്ലോണം മൂത്ത് വരണം. അതിലേക്ക് കല്ലുമ്മക്കായിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് പിടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല പിടിച്ച് 1 മണിക്കൂർ മസാല പിടിക്കാൻ വെച്ചിരുന്നു. കൊടുത്തയക്കുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർക്കരുത്, കേടായി പോകും. ഇതെല്ലാം വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായ ഇടാം. ഇത് പുഴുങ്ങി ഇറന്നതല്ല കേട്ടോ, അല്ലാതെ തന്നെ പച്ചക്കറിനെടുത്തതാണ്. അതിനാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കത് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. എടുത്ത് വെച്ചതാണ്. ഇത് കല്ലുമ്മക്കായും റെഡി.